ഒരു മറക്കാനാവാത്ത സംഭവം പങ്കുവച്ചിരിക്കുകയാണ് യാഷ് പറയുന്നത് ഇങ്ങനെ. ഒരു കന്നഡ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു യാഷിന്റെ ഈ വെളിപ്പെടുത്തൽ. 2016 വിക്രം സാർ ഡയറക്റ്റ് ചെയ്യുന്ന സ്പിരിറ്റ് ഓഫ് ചെന്നൈ എന്ന സോങ്ങിന്റെ വർക്കുമായി ചെന്നൈയിലെത്തിയിരുന്നു. ആ സോങ്ങിൽ പൃഥ്വിരാജും അഭിനയിക്കാനുണ്ടായിരുന്നു. എന്നാൽ എനിക്കുണ്ടായ സംഭവം ഇങ്ങനെ. ഞങ്ങളെല്ലാവരും ചെന്നൈയിൽ എയർപോർട്ടിലെത്തിയിരുന്നു. ചെന്നൈയിൽ എയർപോർട്ടിലെത്തിയപ്പോൾ എല്ലാവരെയും പിക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി എത്തിയിരുന്നു. എന്നാൽ എനിക്ക് മാത്രം വണ്ടി എത്തിയിരുന്നില്ല. ഉടനെ തന്നെ പ്രൊഡക്ഷൻ ടീമിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അവരുടെ ലിസ്റ്റിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയതായിരുന്നു. ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ വണ്ടി എത്തുമെന്ന് കോർഡിനേറ്റർ പറഞ്ഞു. എന്നാൽ എൻ്റെ കൂടെ വന്ന താരങ്ങളെല്ലാം ഇതിനകം പോയിരുന്നു. എന്നാൽ ഞാൻ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴായിരുന്നു പൃഥ്വിരാജ് സാർ കടന്നു വരുന്നത്. വണ്ടി കിട്ടിയിട്ടില്ല എന്ന കാര്യം ആരോ പറഞ്ഞ് അറിഞ്ഞിരുന്നു. എന്നാൽ പൃഥ്വിരാജ് നേരെ എൻ്റെ അടുത്തേക്കായിരുന്നു വന്നത്. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എത്തിയിരുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയെങ്കിലും പൃഥ്വിരാജ് സാർ മാത്രമായിരുന്നു എന്നെ തിരക്കി വന്നിരുന്നത്. എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് സാർ എന്നെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി ലൊക്കേഷനിലേക്ക് എത്തിച്ചു. അക്കാലത്ത് എന്നാൽ എന്നെ വലിയ രീതിയിലൊന്നും ആളുകൾ തിരിച്ചറിയുമായിരുന്നില്ല. എന്നാൽ പൃഥ്വിരാജിന് എന്നോട് വളരെയധികം സ്നേഹമായിരുന്നു. പൃഥ്വിരാജ് സാർ എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും എന്നോട് ഒരുപാട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പൃഥ്വിരാജ് സാർ നല്ലൊരു മനുഷ്യനാണ്. മലയാള സിനിമയ്ക്ക് കിട്ടിയ നല്ലൊരു സ്വർണ്ണക്കട്ടയും കൂടിയാണ് പൃഥ്വിരാജ് എന്ന് അന്ന് എന്നോട് യാഷ് പറയുകയുണ്ടായി. അതൊരു അഭിമുഖത്തിൽ വെച്ച് പൃഥ്വിരാജായിരുന്നു പറഞ്ഞിരുന്നത്. യാഷുമായി പണ്ട് അടുപ്പമുണ്ടെന്നും യാഷ് നല്ലൊരു നടനും കൂടിയാണ് എന്ന് പൃഥ്വിരാജ് പറയുകയുണ്ടായി. നിങ്ങൾക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും കമന്റ് ചെയ്യൂ.